നമസ്കാരം. ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം ഒറ്റനോട്ടത്തിൽ. സംഘപരിവാർ ഭീഷണിക്കൊടുവിൽ എമ്പുരാൻ മോഡിഫൈ ചെയ്യാൻ നിർമ്മാതാക്കളുടെ തീരുമാനം. ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള 17 ഭാഗങ്ങൾ ഒഴിവാക്കും. എമ്പുരാൻ ദേശവിരുദ്ധ സിനിമയെന്ന് RSS മുഖപത്രം. സിനിമ ഹിന്ദുക്കളെ നരഭോജികളാക്കി ചിത്രീകരിക്കുന്നുവെന്നും ഓർഗനൈസർ. പൃഥ്വിരാജിന്റെ സിനിമകൾ തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്നതെന്ന് യുവമോർച്ച ജനറൽ സെക്രട്ടറി കെ ഗണേഷ്. എമ്പുരാൻ സിനിമയ്ക്കെതിരായ വിദ്വേഷ പ്രചാരണത്തോടെ ഗുജറാത്ത് കലാപം ആസ്പദമാക്കിയുള്ള പുസ്തകവും വീണ്ടും ചർച്ചകളിൽ നിറയുന്നു. ആശിഷ് ഖേദന്റെ അണ്ടർ കവർ മൈ ജേർണി ഇൻ ടു ദ ഡാർക്ക്നെസ് ഓഫ് ഹിന്ദുത്വ എന്ന പുസ്തകമാണ് വീണ്ടും ചർച്ചകളിൽ സജീവമാകുന്നത്. എമ്പുരാൻ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയത് ഫുൾ HDയിലെന്ന് സൈബർ പോലീസ്. ചിത്രം ചോർന്നത് തിയേറ്ററിൽ നിന്നാകാൻ സാധ്യതയില്ലെന്നും പോലീസ്. വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചവർക്കും ഡൗൺലോഡ് ചെയ്തവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കും. ധനകാര്യ വർഷത്തിന്റെ അവസാനം ആശങ്കയ്ക്ക് വകയില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 26,000-ഓളം ബില്ലുകൾ ഈ മാസം പാസാക്കിയതായും ധനമന്ത്രി. കൊടുക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും ബില്ലുകൾ മാനേജ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്. ഇന്നുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യവും തീരും. ട്രഷറി ഡയറക്ടറും മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ടെല്ലാം ഡിസ്കസ് ചെയ്തു. ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ KC വേണുഗോപാൽ. ആശാവർക്കർമാരോട് കേന്ദ്രം മാന്യത കാണിക്കണമെന്ന് KC വേണുഗോപാൽ. ആശാവർക്കർമാർ ഇന്ന് ഇതുവരെ ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടാത്ത വണ്ണം ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ വിഷയം മാറ്റിക്കഴിഞ്ഞപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വളരെ ആശയുണ്ടാക്കുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, അത് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ഫ്ലോർ ഓഫ് ദ ഹൗസിൽ ഉറപ്പ് തന്നത് അഷുറൻസ് ഉണ്ട് മന്ത്രിയുടെ. പക്ഷെ അതിനുശേഷം ഞാൻ ഒരു ഉപചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട്. എനിക്ക് ലോക്സഭയിൽ അവസരം കിട്ടിയപ്പോൾ ഒരു ഉപചോദ്യം ചോദിച്ചു. അതും ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് നോൺ കമ്മ്യൂണിക്കേഷൻ ഡിസീസ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ തന്നെയായിരുന്നു ചോദിച്ചത്. പക്ഷേ അദ്ദേഹം ഇത് വിഷയവുമായി ബന്ധപ്പെട്ടല്ല അവരെ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. INTUC നേതൃത്വത്തിൽ ഒരു വിഭാഗം അങ്കണവാടി ജീവനക്കാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. നടപടി ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന്. ഗുജറാത്തിലെ ആരോഗ്യമേഖല ഗുരുതരാവസ്ഥയിലെന്ന് CAG റിപ്പോർട്ട്. ആവശ്യത്തിന് ഡോക്ടർമാരോ പാരാമെഡിക്കൽ ജീവനക്കാരോ ഇല്ല. ആരോഗ്യ മേഖലയ്ക്കുള്ള വികസന പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ ഗുജറാത്ത് സർക്കാർ പൂർണ്ണ പരാജയമെന്ന് CAG. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പിതാവ്. മേഘയെ സുഹൃത്ത് സുകേഷ് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും പിതാവ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല സ്ഥലത്തുനിന്നും ഈ ATM കാർഡ് ഉപയോഗിച്ചും അല്ലാതെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നു. നമ്മൾ കൂട്ടുകാർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, ഉച്ച സമയത്ത് ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോൾ എൻ്റെ പൈസയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ആഹാരം കഴിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു സ്ഥിതി വരെ അവൾ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചു. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിച്ചെന്ന് അവനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് കണ്ടു. കിട്ടുന്ന പൈസയൊക്കെ അവനതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അതിൽ നിന്ന് വെളിവാകുന്നത്. അതുപോലെ തന്നെ പല കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസ് മുഖ്യപ്രതി അതുൽ ആലുവയിൽ. വാഹന പരിശോധനയ്ക്കിടെ പോലീസിന്റെ മുന്നിൽപ്പെടാതെ മുങ്ങി. അതുൽ മുങ്ങിയത് ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച്. IPL ക്രിക്കറ്റിൽ ഈ സീസണിലെ ആദ്യ ജയം തേടി മുംബൈ ഇന്ത്യൻസ്. ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. മത്സരം 7:30 അഹമ്മദാബാദിൽ. MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ നടപടിയുമായി കേരള സർവകലാശാല. ഗുരുതര വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ DGPക്ക് രജിസ്ട്രാർ പരാതി നൽകി. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി മന്ത്രി R. ബിന്ദു. പരിശോധനകളിൽ
വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. ആ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിറം കെടുത്തി കാണിക്കാൻ ബോധപൂർവം നടത്തിയ ഒരു ശ്രമമാണോ ഇത് എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഇതിന് പിന്നിലുണ്ട്. ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 3 തവണ സർവകലാശാല നോട്ടീസ് നൽകിയിട്ടും പ്രതികരിക്കാതെ നിശബ്ദത പാലിക്കാനുണ്ടായത്. പോലീസിൻ്റെ ഗൗരവപൂർണമായിട്ടുള്ള അന്വേഷണം ഇതിൽ ആവശ്യമുണ്ട്. MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ അധ്യാപകനെതിരെ നടപടിയുണ്ടാകുമെന്ന് സർവകലാശാല അധികൃതർ. ഇതിൽ നടപടിക്കുന്ന വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് കണ്ടെത്തി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ചുള്ള നടപടികൾ സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കും. MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ അധ്യാപകനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ചർച്ചയിൽ ഉറപ്പു നൽകിയതായി SFI. നിലപാടാണ് SFIയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആദ്യം അഡ്രസ് ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായി നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ മോശപ്പെട്ട നിലയിലാണ് ആ അധ്യാപകൻ വിദ്യാർത്ഥികളോട് പെരുമാറിയിട്ടുള്ളത്. ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ അധ്യാപകൻ ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് യൂണിവേഴ്സിറ്റി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് പോലീസിന് വലിയ പോലീസിന് പരാതി നൽകാൻ വേണ്ടിയിട്ടും നിലവിൽ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ 7-ാം തീയതി ഇതിൻ്റെ എക്സാം 71 വിദ്യാർത്ഥികൾക്കും എക്സാം നടത്താൻ വേണ്ടി ഒരു ഫീസ് പോലും വാങ്ങാതെ എക്സാം നടത്താൻ വേണ്ടി നമ്മുടെ സമരത്തിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായ സംഭവത്തിൽ പ്രതികരിച്ച് അധ്യാപകൻ. പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ലെന്നും വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും അധ്യാപകൻ. പിറ്റേ ദിവസം പൊങ്കൽ ഹോളിഡേ കൊടുത്തിട്ടുണ്ടായിരുന്നു 14-ാം തീയതി പാലക്കാട് ട്രിവാൻഡ്രം. പിന്നെ എന്തായാലും അവിടെ യൂണിവേഴ്സിറ്റി ഹോളിഡേ ഇരിക്കണം. അപ്പോൾ 13 രാത്രി എൻ്റെ നഷ്ടപ്പെട്ടു. ഏകദേശം ഞാൻ ആലത്തൂരൊക്കെ എത്തിയപ്പോഴാണ് ഇത് അറിയുന്നത്, നഷ്ടപ്പെട്ട കാര്യം. കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രമന്ത്രിമാർ കേരള വിരുദ്ധത ഹോബിയാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് P. സന്തോഷ് കുമാർ MP. വളരെ ആഹ്ലാദം പേടിപ്പിക്കുകയും കേരള വിരുദ്ധത എന്ന് പറയുന്നത് അവർക്കൊരു ഹോബിയായി മാറിയിരിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് അവരുടെ എല്ലാ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ സംഘപരിവാർ സംഘടനയ്ക്കുള്ള മറുപടിയെന്ന് P. സന്തോഷ് കുമാർ MP. തിരുവനന്തപുരം ചിറയൻകീഴ് ആഴൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. AR ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ റാഫിയാണ് മരിച്ചത്. റിട്ടയർമെന്റ് ആകാനിരിക്കെയാണ് സംഭവം. ഈദുൽ ഫിത്തർ ദിനത്തിൽ അവധി നിഷേധിച്ചുള്ള വിവാദ നിർദ്ദേശം പിൻവലിച്ചു. പുതുക്കിയ ഉത്തരവ് കസ്റ്റംസ് കേരള റീജിയണൽ ചീഫ് കമ്മീഷണർ പുറപ്പെടുവിച്ചു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചതിന് പിന്നാലെയാണ് നടപടി. MDMAയുമായി പിടിയിലായ മലപ്പുറം സ്വദേശിയുടെ വീടും സ്ഥലവും സ്കൂട്ടറും ബാങ്ക് അക്കൗണ്ടും കണ്ടുകെട്ടി കോഴിക്കോട് ടൗൺ പോലീസ്. മലപ്പുറം പേങ്ങാട് സ്വദേശിയായ സിറാജിന്റെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വാർഡ് തല ശുചീകരണവുമായി CPIM. സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലുമാണ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ CPM ശുചീകരണം നടത്തുന്നത്. നാളെ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കും. പാലക്കാട് തലമുടി വെട്ടാനെത്തിയ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച ബാർബർ അറസ്റ്റിൽ. പിടിലാത് കരിമ്പ സ്വദേശി KM ബിനോജ്. പ്രതി ഷോപ്പിലെത്തിയ 11-കാരനെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. ലഹരിയെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം ഒരുമിക്കണമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. എന്റെ ഗോൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ നിറത്തിനെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾ ഉണ്ടാകണമെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.